നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ എന്നാണ് പറയേണ്ടത്. ഞാൻ ആദ്യം ജയചന്ദ്രൻ കല്ലിങ്കൽ എന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ നേരെ തുടങ്ങാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ പോലും തെറ്റി ജയചന്ദ്രനും ജയചന്ദ്രനും എന്താണ് അതിൻ്റെ? സത്യത്തിൽ വലിയ ഒരു പ്രശ്നമാണത്. എൻ്റെ പേര് ഞാൻ തന്നെ പലപ്പോഴും കലഹം ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ചില ഇടങ്ങളിലൊക്കെ. എൻ്റെ പേര് യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രൻ എന്നെഴുതും പോലെ ജയചന്ദ്രനാണ്. ഒരു ചായയും ഇതും കൂടെ ചേർത്ത്. ഇംഗ്ലീഷിൽ അതില്ല, മലയാളത്തിൽ മാത്രമേ അതുള്ളൂ. ഇംഗ്ലീഷിൽ ഇല്ല. അപ്പോൾ ഈ പത്രക്കാർക്ക്, പക്ഷേ ഇപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം, അവരിപ്പോൾ കൃത്യമായിട്ട് തന്നെ എഴുതാറുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ ചില ഇടങ്ങളിൽ വാർത്ത പോകുമ്പോഴൊക്കെ അതുപോലെയായിട്ട് കല്ലിങ്കലാണ്, കല്ലിങ്കൽ എന്നായി പോകാറുണ്ട്. അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടേതായ നിലപാടുകളാണ്. കല്ലിങ്കലാണ്, നിലപാടുകളാണല്ലോ പ്രശ്നം. പേരിലൊന്നും ഒരു കാര്യമില്ല. അല്ല, പക്ഷെ നിലപാടുകൾ എന്ന് പറയുമ്പോഴാണ് ഞാൻ താങ്കളുടെ ഒരു നിലപാട് ഈ അടുത്ത കാലത്ത് വലിയൊരു വിഷയമായത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ജില്ലാ കളക്ടറായിരുന്നു, തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ ജെറോമിക് ജോർജുമായിട്ട് താങ്കളൊന്ന് കൊസറി ഒന്ന് ഉരസിയെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം താങ്കൾക്കെതിരെ വലിയ ആക്ഷനൊക്കെ എടുത്തു, നടപടിയൊക്കെ എടുത്തു. സർക്കാർ ആ ഫയൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, എന്താണ് അന്നത്തെ? അത് യഥാർത്ഥത്തിൽ അദ്ദേഹമല്ല നടപടി എടുത്ത, അദ്ദേഹമൊന്നും അല്ല. അതെനിക്ക് തോന്നുന്നു IAS അസോസിയേഷൻ്റെ പരാതിന്മേൽ ഗവൺമെൻറ് റവന്യൂ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, ഒരു മെമ്മോ തരികയും അതിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു. പിന്നെ അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്താണ് നടപടി, എങ്ങനെ ആയി എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ധാരണയൊന്നുമില്ല. അത് അന്നൊരു വിവാദമായിരുന്നു. തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ച് 2 മണിക്കൂർ 1.5 മണിക്കൂറിലധികം നിർത്തി അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ളതായിരുന്നു. അത് കാലിലെ ഗുരുതകമാണെന്ന്. അതെ, അസുഖത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം, അതുകൊണ്ട് നമ്മുടെ വിഷയമല്ല. പക്ഷെ അത് എനിക്ക് തോന്നിയത് ഈ പഴയൊരു രാജാധികാരം തിരിച്ചു വരുന്നു എന്നൊരു തോന്നലാണ് അപ്പം സൃഷ്ടിക്കപ്പെട്ടത്. ജനാധിപത്യമാണല്ലോ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു അധികാര പരിധിയൊക്കെ കുറച്ച് നമുക്കറിയാം. ജനാധിപത്യത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ എത്രത്തോളമാണ് റെക്കൺ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സമൂഹത്തിനകത്തൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ചില ഉദ്യോഗസ്ഥരെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ എല്ലാം മുകളിലാണ്, ഞങ്ങൾ വിളിച്ചാൽ ആരും വരണം, ഞങ്ങൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് അന്ന് വലിയ ചർച്ചയായി. യഥാർത്ഥത്തിൽ IAS അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എനിക്കെതിരെ ലേഖനങ്ങൾ വരെ എഴുതി. എനിക്കതൊക്കെ വലിയ താങ്കൾ യഥാർത്ഥത്തിൽ അന്ന് പ്രതികരിച്ച് എന്താണ് കൃത്യമായിട്ട്? ഞാൻ യഥാർത്ഥത്തിൽ ഒരു ചാനലിൽ ചർച്ചയ്ക്കാണ് പങ്കെടുത്തത്. അന്ന് സ്വാഭാവികമായ ചർച്ച, ഇങ്ങനൊരു വിഷയം വന്നുവെന്നും ഡോക്ടർമാരുടെ സംഘടന പരാതി കൊടുത്തുവെന്നും ഒരു ഡോക്ടറെ വിളിച്ച് IMA മെഡിക്കൽ അസോസിയേഷൻ പരാതി കൊടുത്തുവെന്നും KG മോയ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ പരാതി കൊടുത്തുവെന്നും പരാതി മേൽ ചർച്ചയ്ക്ക് മാതൃഭൂമിയുടെ ചാനൽ എന്നെ വിളിച്ചു. ചാനലിൽ ചർച്ചയുടെ ഭാഗമായി ഈ ചർച്ച വന്നപ്പോൾ എനിക്ക് അതിൻ്റെ തലേ ദിവസം അവിടെ നടന്ന മറ്റൊരു സംഭവം ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അതൊരു ഉദ്യോഗസ്ഥനെ കുറേ നേരം നിർത്തി സംസാരിപ്പിക്കുകയും അദ്ദേഹം ബോധം കെട്ട് വീഴാറായപ്പോഴത്തെ ലീവ് എടുത്ത് പോയ ഒരു സംഭവം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. ഇതേ കളക്ടർ ഇതിനു മുമ്പ് ആ സംഭവത്തിന് മുമ്പ്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഈ ഒരു വികാരവും കൂടെ ഉള്ളപ്പോഴാണ് ഈ ചർച്ചയിൽ പോകുന്നത്. സ്വാഭാവികമായും നമ്മുടെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തഹസീൽദാർ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ ഇങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനൊക്കെ കളക്ടർമാർക്ക് അവകാശമൊക്കെ ഉണ്ട്. അത് പക്ഷേ കൃത്യമായ കാരണം ജെറോമി ജോർജിനെ സംബന്ധിച്ച് എനിക്ക് ഒരു അഭിപ്രായമുള്ള അദ്ദേഹം മിടുക്കനായ കളക്ടറായിരുന്നു. അതിനകത്തൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഈ കീഴുദ്യോഗസ്ഥന്മാരോട് പെരുമാറുമ്പോൾ അതിനകത്തൊരു സമയക്ലിപ്തത പാലിക്കാൻ കഴിയാത്തൊക്കെ സംബന്ധിച്ച് അന്നത്തെ ഒരു വിവാദം, അന്നത്തെ വിഷയമായിരുന്നു. അതിനെ അഡ്രസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ തെറ്റായി ധരിച്ചു, അവരുടെ അവകാശങ്ങൾ കയറി ഞാൻ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായി എനിക്ക് ഒരു ചാർജ് വന്നത്. ഞാനതിന് മറുപടി കൊടുത്തു. അല്ല, അതിലാണ് താങ്കൾ ഈ ഒരു രാജവാഴ്ചയുടെ കാലമല്ല, ഇത് രാജവാഴ്ചയുടെ അടിമൂടമ സമ്പ്രദായം പാടില്ല. രാജവാഴ്ചയുടെ കാലം ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യാവകാശമുണ്ട്. അതിപ്പോൾ തന്നെ വീണ്ടും ഒരിക്കൽ ഇപ്പോൾ ഈ നമ്മുടെ പ്രശാന്ത് സാറുണ്ടല്ലോ, പ്രശാന്തും ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി പറഞ്ഞ ആ സമയത്തും ഇതേ വിഷയം വീണ്ടും തിരിച്ചു വന്നു എൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനൽ ചർച്ചയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വലിയ കുറേ വിമർശനങ്ങൾ. എന്തിനാണ് പ്രശാന്ത് തെറ്റ് ചെയ്തില്ല? പ്രശാന്ത് തെറ്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രശാന്ത് വെച്ചാൽ ഒരിക്കലും മേഴ്സിവിറ്റമെ പറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ജനാധിപത്യത്തിൽ എത്രയോ കാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന ഒരാളെ എനിക്ക് അറിഞ്ഞുകൂടാ അവരാര് എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അധപ്പതനമൊക്കെ അദ്ദേഹം നടത്തി. പക്ഷേ എന്നാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു ആ വിഷയത്തിനകത്ത്. അത്
ഈ ഒരു ഒളിച്ചു വയ്ക്കുന്ന അടഞ്ഞ അധ്യായങ്ങളാണ് ഇവരെല്ലാം. ഇവരുടെ ഒന്നും സുതാര്യമല്ല. ഇത്തരം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ, ഫയലുകളുടെ നീക്കങ്ങൾ. ഇതൊരു ജനാധിപത്യ രാജ്യത്ത് കൂടുതൽ സുതാര്യമാകുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുന്നത്. ആ ഒരു പോളിസി നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണല്ലോ. ഈ അടച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ചില രേഖകൾ പ്രശാന്ത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് തന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാൻ കഴിയുന്ന രേഖകൾ ഞാൻ പുറത്തു വയ്ക്കുന്നു. അതൊരു ഗുഡ് സെൻസാണ്. ആ സെൻസിന്, ആ മനോഭാവത്തിനാണ്. അവർ തമ്മിലുള്ള തർക്കത്തിനൊന്നുമല്ല. ഞാൻ പിന്നെ അപ്പോൾ തന്നെ പറഞ്ഞു, എന്തായിരുന്നാലും ചക്കളത്തി പോരാട്ടമാണ്. 2 ദിവസം കഴിയുമ്പോൾ അവരൊക്കെ സെറ്റിൽ ചെയ്യും, പറയുന്നത് നമ്മളെ വെളിയിലാവുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അതിനെ സംഭവിച്ചു. അതിനെക്കുറിച്ച് കേൾക്കാൻ അത് മാത്രമല്ല, ഭരണകൂടത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാൻ ഭരണ സംവിധാനവും അതിന് അനുവദിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയം താങ്കൾ എനിക്ക് തോന്നുന്നു കൂടുതൽ സിവിൽ സർവീസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. കാരണം പൊതു ജനങ്ങൾക്ക് ഉപകാരപ്പെടണം സിവിൽ സർവീസ് എന്ന് ചിന്തിക്കുന്ന ആളുമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ IAS ഉദ്യോഗസ്ഥന്മാർ ഒരു വരേണ്യവർഗം പോലെ പെരുമാറുകയും അവർ ഈ ചില ഫയലുകൾ അടച്ചു വയ്ക്കാൻ, അതായത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കാതെ, എല്ലാം തുറന്നു വയ്ക്കണമെന്നല്ല ഈ പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും ഈ യഥാസമയത്ത് തുറന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഫയലുകൾ പോലും അടച്ചു വെച്ച് അതിൻ്റെ സമയം നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതിയുണ്ട്. അത് പിന്നെ ഈ IAS ഉദ്യോഗസ്ഥർക്കാർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിന് താഴോട്ടുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും, താങ്കൾ ആ സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ പോലും ഞാനൊരു വിമർശനമായിട്ട് പറയുകയാണ്. ആ ഒരു എല്ലാ ഫയലുകളും ഈ താഴോട്ടുള്ള എല്ലാ ജീവനക്കാരും അത്തരത്തിൽ ഒരു നടപടി, എനിക്ക് തോന്നുന്നത് IAS ഉദ്യോഗസ്ഥന്മാരിൽ തുടങ്ങുന്നതാണോ, അതോ നിങ്ങളും അത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് ഇതിനെ രണ്ടായിട്ട് കാണണോ, അതോ രണ്ടും ഒരു സ്വഭാവം തന്നെയാണോ? യഥാർത്ഥത്തിൽ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഒരു നട്ടെല്ലാണ് IAS ഉദ്യോഗസ്ഥരും ആ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് നിരാകരിക്കാനൊന്നും കഴിയില്ല. പക്ഷേ അത് ബ്രിട്ടീഷ് ഭരണം ഒഴിഞ്ഞു പോയതോടുകൂടി അതിൻ്റെ ചില അംശങ്ങൾ എന്ന് പറയുന്നത് കൊളോണിയലായ ചില സംസ്കാരം, കൊളോണിയൽ സംസ്കാരം അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ആ ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ എപ്പോഴും സിവിൽ സർവീസിനകത്ത് ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ ഇവർക്ക് ഇടപെടാനും പ്രവർത്തിക്കാനും നല്ല സ്വാതന്ത്ര്യം കൊടുത്ത സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ അടിമകളായി മാത്രമേ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിയാറുള്ളൂ. കേരളത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സാഹചര്യം, കുറച്ചുകൂടി ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് നൽകാറുണ്ട്. പക്ഷേ ചില സമയത്തെങ്കിലും കാരണം നമ്മൾ ആലോചിക്കണം, മന്ത്രിമാരുടെയും MLA മാരുടെയും ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രശ്നം 5 വർഷത്തിലൊരിക്കൽ അവർക്ക് അധികാരം മാറും. സ്വാഭാവികമായി ഇപ്പോൾ മാർച്ചൊരു തുടർച്ചയുണ്ടായിരുന്നു. അപ്പോൾ 5 വർഷമേ അധികാരം കിട്ടും. ഇത് അങ്ങനെയല്ല. ഇത് 10-30 കൊല്ലം ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നം പോലും സംവിധാനത്തിനെ വല്ലാതെ മാറ്റിക്കളയും. പലരും വലിയ സീനിയറായ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന പിന്നെ സുഖസൗകര്യങ്ങൾ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതൊന്നും വെളിയിൽ വരികയില്ല. അതൊക്കെ ഇൻസൈഡ് ചർച്ചകളിൽ അങ്ങ് തീരാറേ ഉള്ളൂ. അതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഉന്നതമായ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കെല്ലാം അത്ര കാര്യങ്ങൾ. അവിടെയൊക്കെ ഒരു ലിമിറ്റിൻ്റെ ആവശ്യമുണ്ട്. 3-4 പ്യൂൺമാരെ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും, ഡ്രൈവർമാർ 2-3 ഡ്രൈവർമാർ, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചുമതലയുണ്ട് അവിടെ എല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ നമ്മൾ അടച്ച് പറയുന്നതല്ല, എത്രയോ മാന്യമായി ജനകീയമായി ഈ സംവിധാനത്തിനെ കൈകാര്യം ചെയ്ത വലിയ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട്. എനിക്ക് എപ്പോഴും പറയാൻ കഴിയുമല്ലോ, SM വിജയാനന്ദ സാറ് സാത്വികനാണ്. അതുപോലെ നിരവധി പേർ, വിജയൻ ഉണ്ണി സാറ്, നീല ഗംഗാധരൻ, ഈവൻ പിന്നെ ബാബുപോൾ സാറ്, മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ എന്ത് ജനകീയനായിരുന്നു. ഒരു സർഗാത്മകതയോടുകൂടി ഈ ഫീൽഡിനെ കണ്ടവരാണ്. അല്ല, ഇപ്പോഴത്തെയും നിരവധി ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ പിന്നെ വേണു സാറൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ശാരദ മേഡം അങ്ങനെയാണ്. അവരെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ വ്യക്തിപരമായി എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഈ സോഷ്യൽ പിന്നെ സാമൂഹ്യപരമായ ചർച്ചയ്ക്കകത്ത് കുറച്ചുകൂടി തുറന്ന് പറയുന്ന ഒരാളാണെന്ന നിലയിലാണ് നമുക്കറിയാവുന്നത്. പിന്നെ നല്ല ഒരു എഴുത്തുകാരനാണ്. ഭരണം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ്. നിൽക്കുന്ന വകുപ്പുകളെല്ലാം അദ്ദേഹം ചെയ്ത ആ കാര്യത്തൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ്. ഇത് ഇവരിടയിലുള്ള തർക്കങ്ങൾ ചില സമയത്തെല്ലാം വെളി വരുന്നതാണ്. യഥാർത്ഥത്തിൽ ചില മാന്യന്മാരുടെ മുഖം മൂടിയിട്ട് കുറച്ചൊരു ഇതിനകത്തുണ്ട്. അവർ കാണിക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ വെളി വന്നാൽ ഭയങ്കരമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കേരളം വളരെ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഈ പറയുന്ന സുഖലോലുപത എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളുടെ കൂടുതൽ, സുഖലോലുപത
എന്ന് പറയുന്നത് സൗകര്യങ്ങളുടെ കൂടുതൽ അതൊന്ന് കുറയ്ക്കേണ്ടതല്ലേ? അതിനെന്താണ് മാർഗം? നിങ്ങളൊരു സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, താങ്കൾക്ക് അധികാരത്തിൽ നല്ല ഒരു ബന്ധമുള്ള ആളും ആ അധികാരമുള്ള ഒരു പാർട്ടിയുടെ പ്രധാന നേതാവുമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അതെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെങ്കിലും പിന്നെ ഉത്തരം പറയാൻ ചിലപ്പോഴൊക്കെ ചില ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നം ഈ IAS ഉദ്യോഗസ്ഥന്മാരൊന്നും ആർക്കും പെട്ടെന്ന് പിണക്കാൻ കഴിയില്ല. അതിന് ഈ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് പ്രധാനപ്പെട്ട റിവറ്റായ ഒരു പോയിന്റ് ഇവരിലായിരിക്കുന്നത്. അതിനകത്തൊരു നമ്മൾ വിചാരിക്കുന്നതിനേക്കല്ല, ക്രൂഷ്യലായ തീരുമാനം എടുക്കുന്നതിനകത്തൊക്കെ ഈ നമ്മുടെ എല്ലാ പിന്നെ ഭരണാധികാരികൾക്കും എല്ലാവർക്കും അങ്ങനെ നിരന്തരമായി ഓരോ വിഷയത്തിനകത്തും എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നും നിയമവും ചട്ടവും എന്ന് പറഞ്ഞൊക്കെ കൂലങ്കഷമായി ചിന്തിച്ച് പ്രവർത്തിക്കാനും ചിലപ്പോൾ കഴിയില്ല. എന്തെങ്കിലും ഒരു പിണക്ക ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായി പോയാൽ ചിലപ്പോൾ പെട്ടുപോകും. അങ്ങനെ അതുകൊണ്ട് ഒരു മന്ത്രിമാരും ആരും അങ്ങനെ IAS ഉദ്യോഗസ്ഥന്മാരെ പിണക്കാറില്ല. ഇപ്പോഴല്ല, എല്ലാ കാലഘട്ടത്തിലും അതിനാണ്. അതാണ് അവരുടെ ഒരു പിണക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അതിനകത്ത് ഗവൺമെന്റിന് മാർഗരേഖ നമ്മളിപ്പോൾ ഓർമ്മ ഉണ്ടാവണം. ഈ IPS ഉദ്യോഗസ്ഥന്മാർക്ക് ക്യാമ്പ് ഫോളോവേഴ്സ് നമ്മളൊരു വലിയ വിഭാഗമായിരുന്നു. ആയി ബന്ധപ്പെട്ട് അടിമപ്പണി ചെയ്യുന്നവർ എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയായിരുന്നു. ഗവൺമെന്റ് അത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അതിനകത്ത് എടുത്ത് ഒരു വളരെ ഇച്ഛാശക്തിയോട് എടുത്തൊരു നിലപാടുണ്ട്. അതിനകത്ത് വളരെ കർക്കശമായി തന്നെ റിട്ടയറിയ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ഉൾപ്പെടെ ഈ ഓർഡർമാർ നൽകുന്നതിനകത്തുള്ള തീരുമാനം എടുത്തു. അങ്ങനെ കുറേ ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു അന്ന്. എല്ലാ ഈ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർ നമുക്ക് തോന്നുന്നതാണ് കേരളത്തിലെക്കാളും കൂടുതലാണ് ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ. ഈ അടിമകളായി കുറേ പേര് ഈ IAS സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കുറച്ച് ബ്ലാക്ക് പോയിന്റുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കുറച്ച് ഏരിയകളുണ്ട് ഇപ്പോഴും. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ കൊളോണിയലായ സംസ്കാരം ഇങ്ങോട്ട് വന്നപ്പോൾ അത്ര ജനകീയമായി മാറാത്ത കുറേ ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ജനാധിപത്യത്തെ കുറച്ചുകൂടി സുതാര്യമായി മുന്നോട്ട് വരുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യപ്പെടുമെന്ന് കരുതാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ തുടർച്ചയായിട്ട് വീണ്ടും 8-8.5 വർഷം കഴിയുന്നു, 9 വർഷത്തോളം അടുപ്പിച്ചാകുന്നു. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഈ സിസ്റ്റത്തിനെ ഒന്ന് നവീകരിക്കാൻ? നമ്മുടെ 1-2 തവണ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് 5 വർഷം വന്നിട്ട് പോയി. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ച കിട്ടിയ സ്ഥിതിക്ക് കൂടുതൽ വഷളാവുകയാണ് നമ്മുടെ സിവിൽ സർവീസിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വഷളാവുന്നതല്ലാതെ കൂടുതൽ അതിനെ പിന്നെ ശുദ്ധീകരിക്കാനും അതിനെ ഒരു നല്ല ഒരു ജനകീയ ഒരു സ്ഥാപനമായിട്ട് ഈ സിവിൽ സർവീസ് സ്ഥാപനത്തെ കൊണ്ടുപോകാൻ, ആ സിസ്റ്റത്തെ നവീകരിക്കാൻ, അതിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ ഈ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിയാതെ പോകുന്നത്? അല്ല, അത് നമുക്ക് ഈ എന്താ പറയുക 8 വർഷം കഴിഞ്ഞു ഭരണത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ച വന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ 8 വർഷം മുമ്പുള്ള കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. UDFൻ്റെ കാലത്ത് ഇതിനേക്കാളും താഴെയായിരുന്നു സിവിൽ സർവീസിൻ്റെ വ്യവസ്ഥ. നമ്മളതിപ്പോൾ നമ്മൾ ഈ പഴയ കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് പറയുന്നത്. അന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനകത്ത് നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് IAS സ്വാധീനം ഉൾപ്പെടെയുള്ളത് അന്നത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസം വന്നു എന്ന് തന്നെ പറയാം. പിന്നെ അതിനകത്ത് കുറച്ചുകൂടി നമ്മുടെ ഭരണാധികാരികൾ മന്ത്രിമാർ ഉൾപ്പെടെ കുറച്ചുകൂടി സമയം ചെലവഴിച്ചാൽ കുറച്ചുകൂടിയൊക്കെ മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പല പ്രശ്നങ്ങളിലും ഈ ചർച്ചകൾ വീട്ടിനകത്ത് നടക്കുന്ന ചർച്ചകൾ വെളിയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, ചെറിയ പോയിന്റുകൾ വരെ സ്പാർക്കായി വെളിയിൽ വരും. മുമ്പ് അങ്ങനെയല്ല, ചെറിയ കാര്യം മതി പുറത്ത് വരും. മുമ്പ് ഇതൊന്നും അങ്ങനെ വെളിയിൽ പുറത്തറിയില്ല. അതൊക്കെ എൻ്റെ പ്രശ്നമുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭരണ സംവിധാനത്തിന് ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മന്ത്രിമാർക്ക് കുറച്ചുകൂടി കൈപിടുത്തം അതാണ് പറയുന്നത്. നമ്മുടെ മന്ത്രിമാർ കൂടുതൽ സമയം അതിനകത്തുള്ള പ്രശ്നം എന്താ പറയുക, അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങനെ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. അതിനകത്ത് ഈ പൊതുപ്രശ്നങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകർ എപ്പോഴും ഓഫീസിനകത്ത് ഇരിക്കാൻ പറ്റില്ല. മണ്ഡലങ്ങളിലെ കാര്യം നോക്കണം, പിന്നെ ഈ വകുപ്പിൻ്റെ ഈ വിവിധ ജില്ലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് പോയി പരിശോധിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ രാവും മുതലും പണ്ടത്തെ ഇടതുപക്ഷ ഈ ചന്ദ്രശേഖര സാറിൻ്റെ ഒക്കെ കാലത്ത് സേവൻ്റെ കാലത്ത് മണിക്കൂറുകണക്കിന് ഓഫീസിനകത്ത് ഇരിക്കും പഠിക്കരുത്. നയനാർ സഹാവും അങ്ങനെയാണ് തോന്നുന്നു. പഠിക്കാൻ അതിനല്ല, അവർക്ക് അതിനുവേണ്ടി സമയം കിട്ടും. പണ്ടത്തെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വന്നൊരു വലിയ പ്രശ്നമാണത്. ഇപ്പം ജനങ്ങളോട് നിന്നാലേ വോട്ട് കിട്ടുള്ളൂ. ഈ ആശയത്തിനും നയത്തിനും അടിസ്ഥാനത്തിലല്ല വോട്ട് കിട്ടുന്നത് കൂടുതൽ മരണത്തിന് പോണവരാണ്, കൂടുതൽ കല്യാണത്തിന് പോകുന്നവരാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ രാഷ്ട്രീയതൊക്കെ പറഞ്ഞുണ്ടാക്കിയെടുക്കുന്നത്. അത് എല്ലാ രംഗത്തുണ്ട്. അത് നമ്മളാണ് മാറേണ്ടത്. ഈ ജനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് കിട്ടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് മന്ത്രിമാരും MLA മാരും ഞാൻ സ്ഥിരം കരുതേണ്ട. MLA മാർ
സഭയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ ഏർപ്പെടുകയും മന്ത്രിമാർ ഭരണകാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യട്ടെ. അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നൊരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ സത്യത്തിൽ സുന്ദരമായ ഒരു ജനാധിപത്യം നമുക്ക് കിട്ടും. അവിടെയൊക്കെ ചെറിയ പഠിക്കാൻ തയ്യാറുള്ള ആൾക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമുക്കുണ്ട്, മന്ത്രിമാരും ഒക്കെ നമുക്കുണ്ട്. ഫയലുകൾ പഠിക്കാൻ ഫയലുകൾ നോക്കിയാൽ IAS പറയുന്നത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകും. ഞാൻ ജോലി ചെയ്യുന്ന റവന്യൂ വകുപ്പിനാണ്. റവന്യൂ വകുപ്പ് നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു മീഡിയയിൽ പിന്നെ പൊഴുത്തി പറയുന്നതൊന്നും അല്ല, എനിക്ക് എന്തിന്റെ പദ്ധതിയോട് പറയുന്നതല്ല. ഇത് നമുക്കറിയാം, ഒരു ഫയൽ കൊടുത്താൽ അതിന്റെ ആക്റ്റും റൂളും കാണാതെ ഇങ്ങോട്ട് പറയും, ഒന്നര പറയും. അതുപോലെ തന്നെ ഈ പൊതുവിതരണ സമ്പ്രദായത്തിനെ സംബന്ധിച്ച് നമ്മൾ നേരിട്ട് എനിക്ക് അറിയാവുന്ന 2 ബന്ധമുണ്ട്. GRM അതിനകത്തൊന്ന് മിടുക്കനാണ്. ആ കാര്യങ്ങൾ അതിനകത്ത് റേഷനിങ് സമ്പ്രദായത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായി പറയാൻ പറയും. അതൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, നന്നായി പറയാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ എല്ലാവരും കാണുമായിരിക്കും, നമുക്ക് ഈ നേരിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ. പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി പോകേണ്ടി വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഒരു ഇതാണ്. കാരണം അവരെ കൂടുതൽ അവരെ കൂടുതലും ഒരു പ്രശ്നം, വലിയ പ്രശ്നം ഇപ്പം നമ്മൾ സംഭവിക്കുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇടതുപക്ഷ നയ ദുർബലപ്പെടും ചില സമയങ്ങളിൽ. അവിടെയാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ് അങ്ങനെ? ഇപ്പോ വേൾഡ് ബാങ്കിന്റെ ലോണ് പണ്ടും ഉണ്ടായിരുന്നിട്ടുണ്ട്, ഇപ്പൊ കൂടുതൽ കർക്കശമാണ് ഇതൊക്കെ. വേൾഡ് ബാങ്കിൻ്റെ ലോണ്, ADBയുടെ ലോണ്, വായ്പ എടുക്കാൻ നമ്മൾ പോയി മറ്റൊരാളെ സമ്പത്തിന് വേണ്ടി ആശ്രയിക്കാൻ പോയാൽ അവർ പറയും നമ്മൾ കേൾക്കേണ്ടി വരും. അതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നയങ്ങൾ കൃത്യമായി വലതുപക്ഷമാണ്, പ്രശ്നമാണ്. ആ വലതുപക്ഷ നയം നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ആ നയങ്ങൾ നടപ്പിലാക്കുന്നത്, അത് മറ്റൊരു തരത്തിലുള്ള ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. അത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നയങ്ങൾ അതെന്തറിയുമോ, അതിന് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അവരുടെ ഒരു ഇടനിലക്കാർ, കേന്ദ്ര ഗവൺമെന്റ് ഇടനിലക്കാർ IAS ഉദ്യോഗസ്ഥരാണ്, അവിടെ സെക്രട്ടറിമാരാണ്. അവർ ഇടതുപക്ഷ ആശയങ്ങൾക്ക് മുകളിൽ ഇതിനെ സ്ഥാപിക്കാൻ പലപ്പോഴും ശ്രമിക്കും. അവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ഭരിക്കുന്ന ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ നമുക്ക് സംശയം തോന്നും. ആ ഒരു തരത്തിലേക്ക് പോകാം. അല്ല അത് മാത്രമല്ല, ചില നല്ല ജനകീയ പദ്ധതികളൊന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്ന് പരാതി ഉണ്ടല്ലോ. അത് ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരും ജനകീയ പദ്ധതി നയപരമായ ഒരു തോന്നലാണ്. ജനകീയ പദ്ധതികൾ ഇപ്പം ഞാൻ പറയാം. ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ റേഷനിങ് സമ്പ്രദായത്തിൽ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സബ്സിഡി തുക അക്കൗണ്ട് വഴി, ഗ്യാസിന്റെ സബ്സിഡി തുക അക്കൗണ്ട് വഴി കൊടുത്തറിയാമല്ലോ, കൊടുത്തത് എങ്ങനെയായാലും നമുക്കറിയാമല്ലോ. അതുപോലെയുള്ള സ്കീം നടപ്പിലാക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. കൊച്ചിയിലെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി അത് പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അവിടെ ഒരു കമ്പനി കൊണ്ടുവന്ന് വെച്ചു, അതൊരു വായ്പ കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്നും നമുക്ക് ആദ്യം തോന്നും, ഇപ്പം നമുക്ക് KCBയെ കുറിച്ച് ധാരാളം പരാതികളുണ്ട്, ഇപ്പോൾ വീണ്ടും ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. പക്ഷെ അത് സ്വകാര്യ മേഖലയ്ക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന പ്രയാസം ഇങ്ങനെ ആയിരിക്കില്ല. നമുക്കിപ്പോൾ തോന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ കൊള്ളരായ്മ കൊണ്ട്, ശമ്പളം കൂടുതൽ കൊണ്ട്, അവരുടെ എണ്ണം കൂടുതൽ കൊണ്ട് നമുക്ക് കൂടുതൽ പണം കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന താൽക്കാലികമായ ഒരു പ്രശ്നത്തെ നമ്മൾ വെച്ചുകൊണ്ട് അതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് പോകട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ കേരളത്തിൽ പടുത്തുയർത്തിയ ഒരു മോഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാതാവും. പക്ഷെ തെറ്റോ ശരിയാവാം. ചില പണ്ട് പറഞ്ഞതുപോലെ BSNL പോയപ്പോൾ ജിയോ വന്നില്ലേ എന്നൊരു ചോദ്യം ജനങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അത് മോണോപ്പൊളി ആവാതെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. നമ്മൾ ആദ്യം ഭരിച്ചത് ജിയോ മോണോപ്പൊളിയായി മാറും ബാക്കി സംവിധാനം. പക്ഷെ എന്തുകൊണ്ടോ കുറച്ച് അതിന് മോണോപ്പൊളി ആയില്ല. മോണോപ്പൊളി ആവത്തിന് പിടിച്ചു, അവരുടെ ഒരു ജനകീയ സ്വഭാവം കൊണ്ട് പിടിച്ചു നിന്നുകൊണ്ടാണ്. മാത്രമല്ല ഈ BSNL പോലെ ഒരു സമ്പത്ത് അങ്ങനെ പെട്ടെന്ന് ജിയോയ്ക്ക് തള്ളാൻ കഴിഞ്ഞില്ല. അപ്പം എന്നിട്ടും പിന്നെ BSNL വെച്ച് വയ്ക്കാൻ ജിയോയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ ചില സംവിധാനങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുമ്പോൾ സാധിക്കുമായിരിക്കും. പക്ഷേ എല്ലാ മേഖലയിലും അല്ല, പൊതുവായി അടിസ്ഥാനകരമായ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനകത്ത്, ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾ എത്രമാത്രം പുറകിലാണ്. ആ രംഗങ്ങളിലൊക്കെ ഇടതുപക്ഷ ആശയം കർശനമായി നടപ്പിലാക്കാതെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിനകത്ത്, പിന്നെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിനകത്ത് ഇടതുപക്ഷ ആശയങ്ങൾ മാറ്റിവെച്ച് ഈ കോർപ്പറേറ്റ് നയങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളെ നമ്മുടെ മന്ത്രിമാർ ആരെങ്കിലും അറിയാതെയെങ്കിലും ഈ IAS ഉദ്യോഗസ്ഥരുടെ വാക്ക് കേട്ട് അംഗീകരിച്ചു പോയാൽ നമ്മൾ പെട്ടു. പക്ഷേ ഒരു ജനങ്ങൾക്ക് ഇപ്പോൾ അതിനകത്തുള്ള കോർപ്പറേറ്റ് സംവിധാനമാണോ മറ്റോ ഒന്നും നോക്കാൻ അവർക്കറിയില്ല. അവർക്ക് അവരുടെ സൗകര്യങ്ങൾ ഏറ്റവും പറയും. ഇപ്പം വൈദ്യുതിയുടെ കാര്യത്തിൽ ഇപ്പോൾ KSEBയെ കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. KSEB വളരെ ബുദ്ധിമുട്ടാകുന്നു, കൃത്യമായിട്ട് നമുക്ക് വൈദ്യുതി തരുന്നില്ല, മാത്രമല്ല സമയത്ത് ഉണ്ടാകാറില്ല, ചിലപ്പോൾ എല്ലാം നിലച്ചു പോകുന്നു. പിന്നെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടത് ഇപ്പോൾ വില കൂട്ടുന്നു.
പറഞ്ഞതിനകത്ത് അപ്പോൾ ഇത് ഒരുപാട് അഴിമതി, എന്നിട്ട് വാർത്തകൾ ധാരാളം നമ്മൾ കാണുന്നത് കോടികളുടെ അഴിമതി ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ച് പോയിന്റുകളിൽ എനിക്കൊരു തർക്കമുണ്ട്. അറിയാമോ, KCBയുടെ സർവീസിനെ കുറിച്ച് അങ്ങനെ വലിയ അഭിപ്രായം ഇൻട്രപ്ഷനെ സംബന്ധിച്ചോ ഇല്ല. റേറ്റാണ് പ്രശ്നം. റേറ്റ് സോളാർ എനർജി വന്നപ്പോൾ ഭയമെന്തായിരുന്നത് മന്ത്രി ആയിക്കൊണ്ട് കൂടുതൽ പിഴിയാൻ ശ്രമിക്കുന്നു. പണം, സമ്പത്ത്, റവന്യൂ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപഭോക്താക്കളെ പിഴിയുന്നൊരു KCBക്ക് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നത് പുതിയ ചെയർമാൻ ബിജു പ്രഭാകരൻ പറഞ്ഞിരിക്കുന്നത് KSRTC പോലെ KCB ആവുന്നതാണ്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യബോധം, ഇദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു പരാതി എവിടെ പോയാലും അദ്ദേഹം ഇങ്ങനെ അയക്കളയുന്നതാണ്. അത് കക്ഷി എനിക്ക് തോന്നുന്നത് ചില സമയം നമുക്കൊരു തോന്നിപ്പോകും. അത് യാഥാർത്ഥ്യം അദ്ദേഹം ഇടപെടുന്ന അവിടുത്തെ യൂണിയൻ നേതാക്കളുടെയും അല്ലെങ്കിൽ ജീവനക്കാരുടെയും ആയിട്ടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ ജീവനക്കാരോടൊപ്പം നിൽക്കുക, തൊഴിലാളിയോടൊപ്പം നിന്നാൽ മാത്രമേ പ്രശ്നം കൊണ്ട് ഇതൊരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വിധേയമാവുക എന്നുള്ളതല്ലോ. അല്ല അങ്ങനെ ഒരിക്കലും പറ്റൂല. വിധേയമാക്കുന്നില്ല. പിന്നെ അവര് ശത്രുപക്ഷം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനകത്ത് പോസിറ്റീവ് സൈനോട് കൂടി നിങ്ങളുടെ പിന്നെ സേവന അവകാശങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളെ പറഞ്ഞ് പഠിച്ചിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കുറവ് വരുത്തുകയോ കൂടുതൽ വരുത്തുകയോ ഏതൊക്കെ ചിലപ്പം ചില തസ്തികകളുടെ എണ്ണം കുറയ്ക്കേണ്ടതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ശരി, അതൊക്കെ ചിലപ്പോൾ ശരി. പക്ഷെ അതൊന്നും പൊതുസമൂഹത്തിന് ഗുണം ചെയ്യില്ല. ഒരു തസ്തിക നഷ്ടപ്പെട്ടാൽ പൊതുസമൂഹത്തിനകത്ത് എത്രമാത്രം പേരുണ്ടാവും, നമുക്ക് ഒരു കുടുംബത്തിന്റെ പിന്നെ വരുമാനമാണ് പോകുന്നത്. അത് ധാരാളം വിഷയമുണ്ട്. ഒരുപാട് വിഷയമുണ്ട്.